ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ സീരീസിലെ പാർട്ട് 9 ആണ് ഇന്ന്. V1, V2, V3 ഫോംസ് പഠിക്കാം, വേർബ്സുകൾ പഠിക്കാം, WH ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത് പഠിക്കാം, അതേപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത് പഠിക്കുക. ആ ഒരു സീരീസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളുണ്ടല്ലോ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ പറയില്ലേ, അതിന് ഇംഗ്ലീഷിൽ 3 വേർഡ്സുകളാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഏതൊക്കെയാണ്? വൈ, വെൻ, ഡ്യൂറിങ് എന്ന് പറയുന്ന 3 വേർഡ്സ് ആണ്. ഇത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, എവിടെ യൂസ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3 വേർഡ്സ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതും കൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കിയാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ കോൺഫിഡൻസ് ലെവൽ കൂടും. സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ള കൺഫ്യൂഷനിൽ സംസാരിക്കുന്നതിനേക്കാളും അത് പഠിച്ചിട്ട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് കൂട്ടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ കൂടെ ഈ എക്സാമ്പിൾസ് പറയുമ്പോൾ അതിൽ ഞാൻ വൈൽ, ഡ്യൂറിങ്, വെൻ എന്നുള്ള 3 വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സാമ്പിൾസ് പറയുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന 2 വേർഡ്സുകളെ ഇന്ന് പഠിക്കുന്നുള്ളൂ. അതായത് റീഇൻഫോഴ്സ്, മോട്ടിവേറ്റ് എന്ന് പറയുന്ന 2 വേർഡ്സുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മോട്ടിവേറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് എന്നറിയോ? മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകുക എന്ന് പറയില്ലേ, പ്രചോദനം നൽകുക, അതാണ് മോട്ടിവേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെങ്തൻ, ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നതിനെയാണ് റീഇൻഫോഴ്സ് എന്ന് പറയുക. മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകുകയും റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുക, ഉള്ളതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഇൻഫോഴ്സ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മോട്ടിവേറ്റ് എന്നുള്ള വേർഡിൻ്റെ 3 ഫോംസ് പഠിക്കാം. V1, V2, V3 ഫോംസ് കേട്ടോ. മോട്ടിവേറ്റ്, മോട്ടിവേറ്റഡ്, മോട്ടിവേറ്റഡ് എന്നാണ് 3 ഫോംസ്. അതായത് പ്രചോദനം നൽകുക, പ്രചോദനം നൽകി, പ്രചോദനം നൽകിയിട്ടുണ്ട്, പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ V3 ഫോംസിൽ 2 മീനിങ് വരും. പ്രചോദനം നൽകിയിട്ടുണ്ട്, പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഹാസ് മോട്ടിവേറ്റഡ്, ഹാഡ് മോട്ടിവേറ്റഡ്, ഹാവ് മോട്ടിവേറ്റഡ് ആണ് V3 ഫോംസിൽ വരിക. ഹാസ് ആൻഡ് ഹാവ് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്ന മീനിങ്ങും, ഹാഡ് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന മീനിങ്ങും ആണ് വരിക. ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്യൽ എപ്പോഴാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ആദ്യ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ കേട്ടോ. The coach motivates the team while they are playing. ശ്രദ്ധിക്കുക കേട്ടോ. The coach motivates the team. കോച്ച് എന്ത് ചെയ്തു? കോച്ച് മോട്ടിവേറ്റ് ചെയ്തു. ആരെ? The team. ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. While they are playing. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോച്ച് എന്ത് ചെയ്തു? ടീമിനെ മോട്ടിവേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വേർഡ് ശ്രദ്ധിക്കുക. വൈൽ എന്നുള്ള വേർഡാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഈ സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്തത് ഏത് വേർഡാണ്? വൈൽ എന്ന് പറയുന്ന വേർഡാണ് കേട്ടോ. സോ ഞാൻ വഴിയെ ഓരോ ഘട്ടങ്ങളായിട്ട് പറയാം. ആദ്യം തന്നെ എല്ലാം കൂടെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷന് വരുത്തുന്നില്ല. നല്ല ക്ലിയർ ആക്കിയിട്ട് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടോ. സോ നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്ന ആദ്യത്തെ ആ ഒരു രീതിയിലൂടെ കടന്നു പോവാം അല്ലേ. ഫസ്റ്റ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ സെന്റൻസ് നോക്കുക. ദ കോച്ച് മോട്ടിവേറ്റ്സ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ദ കോച്ച് മോട്ടിവേറ്റ്സ്. അപ്പോൾ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ നമുക്കൊരു ഓക്സിലറി വേർബിന് ആവശ്യമുണ്ട്. അത് മോട്ടിവേറ്റ്സ് എന്ന വേർഡ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെയുള്ള ഓക്സിലറി എന്ന് പറയുന്നത് ഡസ് എന്നുള്ളതാണ്. ഡസ് പ്ലസ് മോട്ടിവേറ്റ് ആണ് മോട്ടിവേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഡസ് ദ കോച്ച് മോട്ടിവേറ്റ്, പിന്നെ മോട്ടിവേറ്റേ വരാൻ പാടുള്ളൂ. ഡസ് ദ കോച്ച് മോട്ടിവേറ്റ് ദ ടീം വൈൽ ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോച്ച് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ദ കോച്ച് മോട്ടിവേറ്റ്സ്. ആൻസർ പറയുമ്പോൾ ഡസ് ഒഴിവാക്കിയിട്ട്
യെസ്, ദ കോച്ച് മോട്ടിവേറ്റ്സ് ദ ടീം വൈൽ ദേ ആർ പ്ലേയിങ് എന്നാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. നമുക്ക് WH ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം അല്ലെ. WH ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ആരാണ് മോട്ടിവേറ്റ് ചെയ്തത് എന്ന് ചോദിക്കാം അല്ലെ. ആര് എന്നുള്ളതിന് ഹൂ എന്ന് പറയും. പിന്നെ ഹൂ എന്നുള്ളതിന് എല്ലാ എപ്പിസോഡിലും എല്ലാ പാർട്ടിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഏത് വേർബാണ് അവിടെ തന്നിട്ടുള്ളത് അതെടുക്കുക. ഹൂ മോട്ടിവേറ്റ്സ് ദ ടീം? ആരാണ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്തത്? ആരാണ്? ദ കോച്ച് മോട്ടിവേറ്റ്സ് ദ ടീം. ആരാണ്? കോച്ചാണ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്തത്. അതേപോലെ നമുക്ക് ചോദിച്ചൂടെ എപ്പോഴാണ് കോച്ച് ടീമിനെ മോട്ടിവേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചൂടെ. അതിന് നമ്മൾ എപ്പോൾ എന്നുള്ളതിന് വെൻ എന്ന് പറയും. വെന്നിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഓക്സിലറി വേർബ്, ഒരു ഹെൽപ്പിംഗ് വേർബ് WH ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ എപ്പോഴും ഒരു ഓക്സിലറി വേർബ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹൂ എന്നുള്ളത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. അത് മുന്നേയുള്ള പാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക കേട്ടോ. സോ നമ്മൾ പറയും ഡസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് അല്ലെ. സോ വെൻ ഡസ്, എപ്പോഴാണ് ആര്? ദ കോച്ച്. വെൻ ഡസ് ദ കോച്ച് മോട്ടിവേറ്റ് ദ ടീം? ടീമിനെ എപ്പോഴാണ് കോച്ച് മോട്ടിവേറ്റ് ചെയ്തത്? ദ കോച്ച് മോട്ടിവേറ്റ്സ് ദ ടീം വൈൽ ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കറക്റ്റ് അല്ലേ? എപ്പോഴാണ്. നമുക്ക് ചോദിക്കാം കോച്ച് എന്താണ് ചെയ്തത്? അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടീം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോച്ച് എന്താണ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് മേക്ക് ചെയ്തൂടെ. എന്ത് എന്നുള്ളതിന് വാട്ട് എന്ന് പറയും. ഓക്സിലറി വേർബ് ഡസ് ചേർക്കുക. പിന്നെ ആരാണ്? കോച്ചാണല്ലേ. വാട്ട് ഡസ് ദ കോച്ച് ഡു എന്നാണ് ചോദിക്കുക കേട്ടോ. വാട്ട് ഡസ് ദ കോച്ച് ഡു വൈൽ ദേ ആർ പ്ലേയിങ്? അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോച്ച് എന്താണ് ചെയ്തത്? ചെയ്യുക എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഡു എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഏതാണ്? നമ്മുടെ റീഇൻഫോഴ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് വൈൽ വരുന്ന ഒരു സെന്റൻസ് നോക്കാം കേട്ടോ. ഞാൻ മലയാളം പറയാം, അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ മേക്ക് ചെയ്യണം കേട്ടോ. വർക്കേഴ്സ്, അതായത് ജോലിക്കാര് വീട് പുതുക്കി പണിയുമ്പോൾ എന്ത് ചെയ്യാണ്? അവരുടെ മേൽക്കൂര ശക്തിപ്പെടുത്തുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ പറയും ആരാണ്? ദ വർക്കേഴ്സ്. നമ്മൾ പറഞ്ഞു വേർഡ് റീഇൻഫോഴ്സ്. ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ്. എന്താണ് ശക്തിപ്പെടുത്തുന്നത്? ദ റൂഫ്. ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ് ദ റൂഫ്. എപ്പോൾ? അവരെ പുതുക്കി പണിയുമ്പോൾ അല്ലേ. അപ്പോൾ പുനരുദ്ധാരണം നടത്തുമ്പോൾ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ വൈലാണ് യൂസ് ചെയ്യുന്നത്. വൈൽ റെനോവേറ്റിംഗ് എന്നാണ് കേട്ടോ. വൈൽ റെനോവേറ്റിംഗിന്റെ സമയത്ത്, റെനോവേറ്റിംഗിൽ പുതുക്കി പണിയുമ്പോൾ റൂഫിനെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം. ഇതിലെ വേർബ് ഏതാണ്? റീഇൻഫോഴ്സ് എന്നുള്ള വേർബാണ് അല്ലെ. വർക്കേഴ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് കൊണ്ടാണ് അവിടുത്തെ വേർബ് എന്തായത്? റീഇൻഫോഴ്സ് എന്നായത്. എന്നാൽ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ദ കോച്ച് എന്നാ പറഞ്ഞത് അല്ലെ. കോച്ച് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് മോട്ടിവേറ്റ്സ് എന്നുള്ള വേർബിന്റെ കൂടെ ES വരും. എസ് ചേർന്ന ഫോമാണ് വരിക. ഇവിടെ ഇതാ വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മുടെ വേർബ് അതിന്റെ ബേസ് ഫോമിലാണ് വരിക. ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ് എന്നേ വരാൻ പാടുള്ളൂ. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നത്തെ വീഡിയോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ നേരിട്ട് വന്ന് ഈ വീഡിയോ കാണാതെ മുന്നത്തെ വീഡിയോ കണ്ടാൽ ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. സോ ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ്. അപ്പൊ ആ വേർഡ് ഉണ്ടല്ലോ, റീഇൻഫോഴ്സ് എന്ന വേർഡിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി ആണ് ഡു എന്ന് പറയുന്നത് കേട്ടോ. അവിടെ മോട്ടിവേറ്റ്സ് എന്നുള്ള വേർഡിൽ ഒളിഞ്ഞു കിടന്നത് എസ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഡസ് ആണ് ഉള്ളത് എന്ന്. എസ് ഇല്ലാത്ത ഫോം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക ഡു ആണ് ഉള്ളത് എന്ന്. പിന്നെ മോട്ടിവേറ്റഡ് എന്നായിരുന്നെങ്കിൽ അതിലുള്ളത് എന്താണ്? ഡിഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്താണ്? റീഇൻഫോഴ്സ് എന്നാ പറഞ്ഞത് അല്ലെ. സോ ഡു ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ് ദ റൂഫ് വൈൽ ദ റിനോവേറ്റിംഗ്. അവർ റിനോവേറ്റിംഗിന്റെ സമയത്ത് അവരുടെ റൂഫ് ശക്തിപ്പെടുത്തുകയോ
ശക്തിപ്പെടുത്താറുണ്ടോ എന്നൊക്കെയാണ് അതിന്റെ മലയാളം മീനിങ് വരിക. യെസ്, ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ് ദ റൂഫ് വൈൽ റെനോവേറ്റിംഗ്. സോ നമുക്ക് ഒരു WHO ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് എന്ത് ചെയ്തത്, റീഇൻഫോഴ്സ് ചെയ്തത് എന്ന് ചോദിക്കാം അല്ലെ. ആരാണ് റൂഫ് റീഇൻഫോഴ്സ് ചെയ്തത്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? ഹു റീഇൻഫോഴ്സ്. അവിടെ തന്നിട്ടുള്ള ഫോം എങ്ങനെയാണോ വേർബിന്റെ അത് അതുപോലെ എഴുതുകയാണ് വേണ്ടത്. ഹു റീഇൻഫോഴ്സ് ദ റൂഫ്. ആരാണ് റൂഫ് റീഇൻഫോഴ്സ് ചെയ്തത്? വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ്, എപ്പോഴാണ് റീഇൻഫോഴ്സ് ചെയ്തത് എന്ന് ചോദിക്കാം അല്ലെ. റൂഫ് എപ്പോഴാണ് വർക്കേഴ്സ് റീഇൻഫോഴ്സ് ചെയ്തത്? എപ്പോൾ എന്നുള്ളതിന് വെൻ, നമ്മുടെ ഓക്സിലറി വെർബ് ഡു. വെൻ ഡു ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ് ദ റൂഫ്. എപ്പോഴാണ് ചെയ്തത്? വൈൽ റെനോവേറ്റിംഗ്. ആൻസർ എന്താ? ദ വർക്കേഴ്സ് റീഇൻഫോഴ്സ് ദ റൂഫ് വൈൽ റെനോവേറ്റിംഗ്. ഓക്കെ ആണല്ലോ. അപ്പൊ എപ്പോ ചെയ്തു, എന്താണ് വർക്കേഴ്സ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം അല്ലെ. സോ നമുക്ക് ചോദിക്കാം എന്ത് എന്നുള്ളതിന് വാട്ട് ഡു. എന്താണ് വാട്ട് ഡു? നമ്മുടെ ഓക്സിലറി വേർബ് വാട്ടിന്റെ കൂടെ വരണം. വാട്ട് ഡു ദ വർക്കേഴ്സ് ഡു? വാട്ട് ഡു ദ വർക്കേഴ്സ് ഡു വൈൽ റെനോവേറ്റിംഗ്? റെനോവേറ്റിംഗിന്റെ സമയത്ത് വർക്കേഴ്സ് എന്താണ് ചെയ്തത്? The workers reinforced the roof while renovating. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് സെന്റൻസും മാത്രം ഒന്ന് എടുത്തു നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ സെന്റൻസ് എന്തായിരുന്നു? The coach motivates the team while they are playing. സെക്കൻഡ് സെന്റൻസ് എന്തായിരുന്നു? The workers reinforce the roof while റെനോവേറ്റിംഗ്. ഈ രണ്ട് വേർഡ്സ് നോക്കുക. ഇതിന്റെ വൈൽ കഴിഞ്ഞിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റത്തതില് വൈൽ ദേ ആർ പ്ലേയിങ് എന്നാണ്. രണ്ടാമത്തത് വൈൽ റെനോവേറ്റിംഗ് എന്നാണ്. ഈ വൈൽ എന്നുള്ള വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ? പ്രോഗ്രസീവ് ആക്ഷൻസ്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറയില്ലേ, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതേപോലെ എന്താണ്? റെനോവേറ്റിംഗ്, പുതുക്കി പണിയുമ്പോൾ, പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് അവിടെ മീനിങ്. അപ്പൊ ആ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ആക്ഷൻ ആയിരിക്കും. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആക്ഷൻ ആണല്ലോ, അവരതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആക്ഷൻസിന് അപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഇതേ സെന്റൻസ് തന്നെ നമുക്ക് വൈലിനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടും പറയാം കേട്ടോ. വൈൽ ദേ ആർ പ്ലേയിങ്, പിന്നെ ഒരു കോമയുടെ ആവശ്യം ഉണ്ടായിരിക്കും. ദ കോച്ച് മോട്ടിവേറ്റ്സ് ദ ടീം. നമ്മൾ വൈലിനെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ എഴുതുന്ന സമയത്ത് ഒരു കോമ ഇടണം. വൈൽ, പിന്നെ വൈലിന്റെ കൂടെയുള്ള ബാക്കി എഴുതുക. വൈൽ ദേ ആർ പ്ലേയിങ് എന്നിട്ടൊരു കോമ ഇട്ടിട്ട് വേണം പിന്നെ എന്ത് എഴുതാന്? ദ കോച്ച് മോട്ടിവേറ്റ്സ് ദ ടീം എന്ന് പറയാൻ. അപ്പൊ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ വൈല് നമ്മൾ മിഡിലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുക അല്ലെ. സോ നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ വയലിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. എപ്പോഴാണ് അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ വയൽ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമുക്ക് നേരെ പോകാം ഡ്യൂറിങ് എന്നുള്ള വേർഡിലോട്ടിട്ട്. ഇതെല്ലാം നമ്മൾ അപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. എക്സാമ്പിളിലൂടെ പോയാൽ കൂടുതൽ മനസ്സിലാവും കേട്ടോ. സോ മോട്ടിവേറ്റ് എന്നുള്ള വേർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡ്യൂറിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ദ സ്പീക്കർ മോട്ടിവേറ്റ്സ് ദ ഓഡിയൻസ് ഡ്യൂറിങ് ഹെർ പ്രസന്റേഷൻ. അവളുടെ പ്രസന്റേഷന്റെ സമയത്ത്, കണ്ടോ, ആ സമയത്ത് എന്ന് പറയാനാണ്, പ്രസന്റേഷന്റെ സമയത്ത് എന്ന് പറയാനാണ് ഡ്യൂറിങ്. സ്പീക്കർ എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന ആള് കേട്ടോ, അതാണ് സ്പീക്കർ എന്ന്. സ്പീക്ക് ചെയ്യുന്ന ആള്, സംസാരിക്കുന്ന ആളെയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ മോട്ടിവേറ്റ് ചെയ്യുന്നു എപ്പോൾ? അവളുടെ പ്രസന്റേഷന്റെ സമയത്ത്. അവള് പ്രസന്റേഷന്റെ സമയത്ത് അവൾ എന്ത് ചെയ്യാണ്? അവളുടെ ഓഡിയൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. സോ നമുക്ക് എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം? സെയിം ലൈക്ക് ദ സ്പീക്കർ ആയതുകൊണ്ട് മോട്ടിവേറ്റ്സ് എന്നുള്ള വേർഡ് വന്നു. അവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഡസ് ആണ്. ഡസ് ദ സ്പീക്കർ മോട്ടിവേറ്റ് ദ ഓഡിയൻസ്
during her presentation? Yes, the speaker motivates her audience during her presentation. ഓക്കെ ആണല്ലോ. ആരാണ് മോട്ടിവേറ്റ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? ഹൂ മോട്ടിവേറ്റ്സ് എങ്ങനെയാ വരിക? ഹൂ മോട്ടിവേറ്റ്സ് ദ ഓഡിയൻസ് ഡ്യൂറിങ് ഹെർ പ്രസന്റേഷൻ. അവരുടെ പ്രസന്റേഷനിൽ ആരാണ് ഓഡിയൻസിനെ മോട്ടിവേറ്റ് ചെയ്തത്? സ്പീക്കർ മോട്ടിവേറ്റ്സ് ദ ഓഡിയൻസ്. ഓക്കെ ആണല്ലോ. എപ്പോഴാണ് എന്ന് ചോദിക്കുക അല്ലെ. സെയിം ലൈക്ക് മറ്റേ സെന്റൻസുകളൊക്കെ പോലെ തന്നെ എപ്പോൾ എന്നുള്ളതിന് വെൻ എന്ന് പറയും. പിന്നെ ഓക്സിലറി വേർബ് ഡസ് ആണ്. വെൻ ഡസ് ദ സ്പീക്കർ മോട്ടിവേറ്റ്. വെൻ ഡസ് ദ സ്പീക്കർ മോട്ടിവേറ്റ് ഓഡിയൻസ്. വേറെ എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് ഡ്യൂറിങ്ങിന്റെ പ്രത്യേകത പറയാട്ടോ. റീഇൻഫോഴ്സ് യൂസ് ചെയ്തിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ ആണല്ലോ. Engineers reinforce the bridges during their construction. അവരുടെ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത്? എഞ്ചിനീയേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്നാ പറയുന്നത്. റീഇൻഫോഴ്സ് ചെയ്യാൻ ശക്തിപ്പെടുത്തുന്നു. എന്താണ് ശക്തിപ്പെടുത്തുന്നത്? ബ്രിഡ്ജ് ശക്തിപ്പെടുത്തുകയാണ്. എപ്പോ? കൺസ്ട്രക്ഷൻ. അവർ നിർമ്മിക്കുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണ സമയത്ത് അവർ അവരുടെ ബ്രിഡ്ജ് ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. സോ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? എഞ്ചിനീയേഴ്സ് റീഇൻഫോഴ്സ് ദ ബ്രിഡ്ജസ് ഡ്യൂറിങ് എന്നാണ് ഇവിടെ യൂസ് ചെയ്തത് കേട്ടോ. വൈലല്ല, ഡ്യൂറിങ് ദയർ കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം അല്ലെ. ഫസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം. റീഇൻഫോഴ്സ് എന്താണ് വന്നത്? എന്തുകൊണ്ടാണ് റീഇൻഫോഴ്സ് വന്നത്? എഞ്ചിനീയേഴ്സ് എന്നുള്ള പ്ലൂറൽ വന്നത് കൊണ്ടാണ്. സോ അവിടുത്തെ ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്. ഡു ദ എഞ്ചിനീയേഴ്സ് റീഇൻഫോഴ്സ് ദ ബ്രിഡ്ജസ് during their construction? Yes, the engineers reinforce the bridge during their construction. നമുക്ക് ആരാണ് എന്ന് ചോദിച്ചൂടെ? ആരാണ് ബ്രിഡ്ജ് റീഇൻഫോഴ്സ് ചെയ്തത് എന്ന് ചോദിച്ചൂടെ? ഹൂ റീഇൻഫോഴ്സ് ദ ബ്രിഡ്ജ്. ഹൂ റീഇൻഫോഴ്സ് ദ ബ്രിഡ്ജ് എന്ന് ചോദിക്കാം. എപ്പോഴാണ് റീഇൻഫോഴ്സ് ചെയ്തത് എന്ന് ചോദിച്ചൂടെ? When do, എപ്പോൾ? When do the engineers reinforce the bridge എന്ന ക്വസ്റ്റ്യനും നമുക്ക് മേക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് അവർ ചെയ്തത് എന്ന് ചോദിക്കാം അല്ലെ. എഞ്ചിനീയേഴ്സ് എന്താണ് ചെയ്തത്? What do the engineers do during their construction? കൺസ്ട്രക്ഷന്റെ സമയത്ത് അവരെന്താണ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് സെന്റൻസിലും നമ്മൾ ഡ്യൂറിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു അല്ലെ. ഫസ്റ്റ് സെന്റൻസിൽ ഡ്യൂറിങ് കഴിഞ്ഞിട്ട് എന്താണ്? ഹെർ പ്രസന്റേഷൻ. സെക്കൻഡ് സെന്റൻസിൽ ഡ്യൂറിങ് കഴിഞ്ഞിട്ട് ദയർ കൺസ്ട്രക്ഷൻ. കണ്ടോ രണ്ട് വേർഡ്സ് വന്നത്. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്യൂറിങ് ഹെർ പ്രസന്റേഷൻ. അവിടെ എന്താണ് വരുന്നത്? പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു നൗൺ ആണ് വരുന്നത് അല്ലെ. പ്രസന്റേഷൻ. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന നൗൺ ആണ് വരുന്നത് അല്ലെ. സോ പ്രസന്റേഷൻ, കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഡ്യൂറിങ് എന്നുള്ള വേർഡിന് ശേഷം എപ്പോഴും എങ്ങനെയായിരിക്കും വരിക? ഒരു നൗൺ ആയിരിക്കും വരിക കേട്ടോ. നമ്മള് എന്താണ് വൈൽ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ആക്ഷൻ ആണ് വന്നത് അല്ലെ. ദേ ആർ പ്ലേയിങ്. രണ്ടാമത്തതിൽ എന്താണ് വന്നത്? റെനോവേറ്റിംഗ്. ദേ ആർ പ്ലേയിങ് എന്നൊക്കെ പറയുന്നത് ഒരു വേർബാണ്, ആക്ഷൻ ആണ്. എന്നാൽ ഇവിടെ കൺസ്ട്രക്ഷൻ, പ്രസന്റേഷൻ എന്നൊക്കെ വന്നതോ ഒരു നൗൺ ആണ് അല്ലെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്യൂറിങ് കഴിഞ്ഞാൽ പിന്നെ വരാ പ്രസന്റേഷൻ അതേപോലെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. ഒരു നൗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ വെൻ എന്നുള്ളതും അപ്പോൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലെ. ആദ്യം നമുക്ക് എക്സാമ്പിൾ നോക്കാം കേട്ടോ. മോട്ടിവേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The teacher has motivated the students when they needed encouragement. സെന്റൻസ് വലിയ സെന്റൻസ് ആണല്ലോ എന്ന് വിചാരിച്ച ആർക്കും കൺഫ്യൂഷൻ വരണ്ട. നമ്മൾ വലിയ സെന്റൻസ് ഒക്കെ പറയാൻ ആയിട്ടോ. അന്ന് 9ാമത്തെ പാർട്ടാണ്. നമ്മളുടെ വലിയ സെന്റൻസുകളൊക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ. The teacher
ഹാസ് മോട്ടിവേറ്റഡ് എന്നാ പറഞ്ഞത്. ഹാസ് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ടീച്ചർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആരെ? ദ സ്റ്റുഡൻസ്, കുട്ടികളെ. എപ്പോൾ? വെൻ ദേ നീഡഡ് എൻകറേജ്മെന്റ്, അവര് എൻകറേജ്മെന്റ് ആവശ്യമുള്ളപ്പോൾ, കുട്ടികൾക്ക് പ്രോത്സാഹനം ആവശ്യമുള്ളപ്പോൾ ടീച്ചർ കുട്ടികളെ എന്ത് ചെയ്തു? മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ദ ടീച്ചർ ഹാസ് മോട്ടിവേറ്റഡ് ദ സ്റ്റുഡൻസ് വെൻ ദേ നീഡഡ് എൻകറേജ്മെന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്താലോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്സിലറി വേർബ് അവിടെ തന്നെ ഉണ്ട്, ഹാസ് എന്നുള്ളതാണ് അല്ലേ. ഹാസ് ദ ടീച്ചർ മോട്ടിവേറ്റഡ് ദ സ്റ്റുഡൻസ് വെൻ ദേ നീഡഡ് എൻകറേജ്മെന്റ്. എൻകറേജ്മെന്റ് ആവശ്യം വന്നപ്പോൾ ടീച്ചർ അവരെ മോട്ടിവേറ്റ് ചെയ്തോ? യെസ്. ചെയ്തിട്ടുണ്ടോ? യെസ്. ദ ടീച്ചർ ഹാസ് മോട്ടിവേറ്റഡ് ദ സ്റ്റുഡൻസ് വെൻ ദേ നീഡഡ് എൻകറേജ്മെന്റ്. ഇത് നമുക്ക് എങ്ങനെയും ചോദിക്കാം. ഡിഡ് ദ ടീച്ചർ എന്നും ചോദിക്കാം കേട്ടോ. ഡിഡ് ദ ടീച്ചർ മോട്ടിവേറ്റ് ദ സ്റ്റുഡൻറ് വെൻ ദേ നീഡഡ് എൻകറേജ്മെന്റ് എന്നും ചോദിക്കാം. ആരാണ് നമുക്ക് ചോദിച്ചൂടെ? ആരാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചൂടെ? യെസ്. ഹു മോട്ടിവേറ്റഡ്, ഹു മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഹു ഹാസ് മോട്ടിവേറ്റഡ് ദ സ്റ്റുഡൻസ് വെൻ ദേ നീഡഡ് എൻകറേജ്മെന്റ്. അവർക്ക് എൻകറേജ്മെന്റ് ആവശ്യമുള്ളപ്പോൾ ആരാണ് അവരെ മോട്ടിവേറ്റ് ചെയ്തത്? ദ ടീച്ചർ ഹാസ് മോട്ടിവേറ്റഡ് ദ സ്റ്റുഡൻസ്. ഓക്കെ ആണല്ലോ. എപ്പോഴാണ് മോട്ടിവേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചൂടെ? എപ്പോൾ എന്നുള്ളതിന് വെൻ, പിന്നെ ഡിഡ് എന്നുള്ള ഓക്സിലറി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. മോട്ടിവേറ്റഡ് ആണല്ലേ. When did the teacher motivate the students? When did the teacher motivated the student? Motivate the students. Did വന്നതുകൊണ്ട് വീണ്ടും motivated എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് എന്താണ് അടുത്ത സെന്റൻസിലോട്ട് പോവാം. റീഇൻഫോഴ്സ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സെന്റൻസ് പറയാം. വി റീഇൻഫോഴ്സ്, ഞങ്ങൾ ശക്തിപ്പെടുത്തി, ഞങ്ങൾ ശക്തിപ്പെടുത്തുന്നു. എന്ത്? അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഞങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. എപ്പോ? വെൻ ദ സെയിൽസ് ആർ ലോ, സെയിൽസ് കുറയുമ്പോൾ. അപ്പോൾ എന്ന് പറയാനാണ് വെൻ യൂസ് ചെയ്തത് കേട്ടോ. സെയിൽസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി റീഇൻഫോഴ്സ് ചെയ്യാറുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. സോ നമ്മളിവിടെ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം. വി റീഇൻഫോഴ്സ് എന്നാ പറഞ്ഞത് നമുക്ക് ഓൾറെഡി അറിയാം. ഡു എന്നുള്ളതാണ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. ഡു യു എന്നാ വരിക അല്ലേ. നിങ്ങൾ റീഇൻഫോഴ്സ് ചെയ്തോ എന്നല്ലേ ചോദിക്കുക. ഞങ്ങൾ റീഇൻഫോഴ്സ് ചെയ്തോന്ന് പറയുമ്പോൾ do you reinforce your marketing strategy when the sales are low? സെയിൽസ് ലോ ആയിരിക്കുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്തോ? നിങ്ങൾ റീഇൻഫോഴ്സ് ചെയ്തോ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ആരാണ് റീഇൻഫോഴ്സ് ചെയ്തത്? ഹൂ റീഇൻഫോഴ്സ്. എങ്ങനെയാ വരിക? ഹൂ റീഇൻഫോഴ്സ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എപ്പോഴാണ് റീഇൻഫോഴ്സ് ചെയ്തത്? when do you reinforce the marketing strategy? ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇപ്പോൾ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ വെൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്തത് എപ്പോഴാണ്? when they needed encouragement, അവർക്ക് എൻകറേജ്മെന്റ് ആവശ്യമുള്ളപ്പോൾ. രണ്ടാമത്തെ സെന്റൻസിൽ എന്താ പറഞ്ഞത്? when the sales are low, സെയിൽസ് വിൽപ്പന കുറഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ രണ്ടും ശ്രദ്ധിക്കുക. when എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യല് എന്താണ്? അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ സിമ്പിൾ ടെൻസ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ് പറയുക. നീഡഡ് സിമ്പിൾ അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നീഡഡ് എൻകറേജ്മെന്റ്, സെയിൽസ് ആർ ലോ എന്നൊക്കെ പറയുന്നത് എന്താണ്? സിമ്പിൾ ടെൻസിലാണ് നമ്മൾ പറയുക. അതായത് എന്തെങ്കിലും ഒരു സംഭവിച്ച അത് ഒരു ചെറിയൊരു ആക്ഷനാണ്. അതായത് ദേ നീഡഡ് എൻകറേജ്മെന്റ്, അവർക്ക് പ്രോത്സാഹനം ആവശ്യമുള്ളപ്പോൾ. അത് ലോങ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല അല്ലേ.
അത് ആ ആവശ്യമുള്ള ആ സമയത്ത് അപ്പോൾ കൊടുക്കുന്നു. അതേപോലെ സെയിൽസ് ലോ ആവുന്ന സമയത്ത് അതും ഒരു ലോങ് ആയിട്ടുള്ള ആക്ഷൻ അല്ല, ഒരു ഷോർട്ടായിട്ടുള്ള ആക്ഷനാണ്. അത് സംഭവിച്ചപ്പോൾ, ഒരു കാര്യം സംഭവിച്ചപ്പോൾ എന്ന് പറയാനാണ് നമ്മൾ വെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡ്യൂറിങ്, വൈൽ, വെൻ എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകളാണ് നമ്മളെ ഓരോ ഓഡിയൻസിനെയും ഓരോന്ന് ചിന്തിപ്പിക്കുന്നതും. അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നിങ്ങളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓഡിയൻസ് മാത്രമാണ്. അപ്പോൾ എപ്പോഴും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.